الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته. ഇന്ന് സൗദി അറേബ്യയിൽ ദുൽഹിജ്ജ 8 ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ്. ഹാജിമാരെല്ലാവരും ഇഹ്റാമിലായിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മിനായിലേക്ക് പോകുന്ന ദിവസമാണ്. ഇന്ന് ളുഹറോടുകൂടി ഹാജിമാരെല്ലാവരും മിനായിലേക്ക് എത്തുകയാണ്. അവർ അവിടെ ളുഹറും അസറും മഗ്രിബും ഇശാവും നാളത്തെ സുബഹിയും അവർ നമസ്കരിക്കുന്നതായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. സല്ലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിന റകഅതൈൻ വ അബൂബക്കർ ബഅദ വ ഉമർ ബഅദ അബൂബക്കർ വ ഉസ്മാൻ സദറൻ മിൻ ഖിലാഫത്തിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റുള്ള ഖലീഫമാരെല്ലാവരും തന്നെ അവർ മിനായിൽ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ രണ്ട് റക്അത്ത് ആ രൂപത്തിൽ ഖസറാക്കിക്കൊണ്ടാണ് അവർ നമസ്കരിച്ചിട്ടുള്ളത്. ദുഹറിന്റെ സമയത്ത് ദുഹർ 2 റക്അത്ത്, അസറിന്റെ സമയത്ത് അസർ 2 റക്അത്ത്, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ് 3 റക്അത്ത്, ഇശാഇന്റെ സമയത്ത് ഇശാ 2 റക്അത്ത്, നാളത്തെ സുബഹിന്റെ 2 റക്അത്ത് അവർ നമസ്കരിച്ചുകൊണ്ടായിരിക്കും പിന്നീട് അവർ അറഫയിലേക്ക് പോകുന്നത്. ബഹുമാനമുള്ളവരെ, മിനാ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി പുറപ്പെടുന്ന സമയങ്ങളിൽ പിശാച് തടയുന്ന ഒരു സ്ഥലമായിരുന്നു മിന എന്നുള്ളത്. ആ സമയത്തെല്ലാം കല്ലെറിഞ്ഞാട്ടിയ ഒരു ചരിത്രം മിനയുടെ പിന്നിലുണ്ട്. കാബയിൽ നിന്ന് ഏകദേശം 6-7 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് മിനായുള്ളത്. ആ മിനായിലേക്കാണ് ഇന്ന് ഹാജിമാർ പോകുന്നത്. അവിടെ പ്രാർത്ഥനകളുമായി, ദിക്റുകളുമായി, നന്മകളുമായി അവർ കഴിച്ചുകൂട്ടും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എളുപ്പത്തിൽ സ്വീകരിക്കപ്പെടുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന പ്രത്യേകമായ അള്ളാഹു മഹത്വം കൽപ്പിച്ച ഒരു സ്ഥലമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദുഹർ മുതൽ നാളത്തെ സുബഹി വരെയുള്ള നമസ്കാരങ്ങൾ അതത് സമയത്ത് 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്ത് ഖസറാക്കി നമസ്കരിക്കും. എന്നാൽ അവിടെ ജംഇല്ല. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്സുന്നത്തു അൻ യുസല്ലി അഹ്ലു മിന അസ്സലവാതി ഫി ഔഖാതിഹ മഖസൂറ ഗൈറ മജ്മുഅ. ജംഇല്ലാതെ ഖസർ ചെയ്തുകൊണ്ടാണ് ഓരോ വക്തും അതത് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത് എന്ന് റസൂലുള്ളാഹിന്റെ ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഇമാം നവവി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹജ്ജുകൾ സ്വീകരിക്കട്ടെ. ഹജ്ജിന് പോകാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിക്റുകളും തക്ബീറുകളും തഹ്മീദുകളും ഒക്കെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.